ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹത്തോടെ നമുക്കിന്ന് 366 മുതൽ 392 വരെയുള്ള നാമങ്ങൾ നോക്കാം. ശ്ലോകങ്ങൾ 81 മുതൽ 85 വരെ. 81 ശ്ലോകം. പരാപ്രത്യക്ചിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക. പര എന്ന നാമം കൊണ്ട് ശബ്ദബ്രഹ്മമാകുന്നു ദേവി എന്നാണ് അർത്ഥമാക്കുന്നത്. വാക്സ്വരൂപിണിയായി മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നാണ് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പര എന്ന ശക്തി ശബ്ദമായ മൂലശക്തിയാണെന്ന് പറയുന്നു. ദേവിയുടെ ശക്തിരൂപങ്ങൾ പരാശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, കുണ്ടലിനി ശക്തി, മാതൃകാശക്തി എന്നിവയാണ്. പര എന്ന ശക്തി പശ്യന്തി, മധ്യമ, വൈഖരി എന്നായി വളർന്ന് സ്ഥൂല ശബ്ദമാകുന്നു എന്ന് പറയുന്നു. പ്രത്യക്ഷിതീരൂപ. പ്രത്യക്ഷിതി എന്നാൽ പ്രതികൂലമായി വ്യാപിക്കുന്ന എന്നർത്ഥം കാണുന്നു. അപ്പോൾ ഈ നാമത്തിൽ ദേവിയെ പ്രത്യക്ഷിതിയുടെ രൂപത്തോടു കൂടിയവളെന്ന് വിശേഷിപ്പിക്കുന്നു. പ്രതികൂലമായി വ്യാപിക്കുന്ന ചിത്ത് എന്നും അർത്ഥം പറയുന്നു. അവ്യക്തമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ രൂപത്തിലാണ് ദേവിയെന്നും അന്തർമുഖമായ പ്രതീജിയായ ബ്രഹ്മ ചിതിയോടുകൂടി ചേരുമ്പോൾ പ്രത്യക്ഷിതി ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നു. പശ്യന്തി, നോക്കുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദേവി തൻ്റെ അന്തർഭാഗത്ത് ചില മാറ്റങ്ങൾ വരുത്തിയെന്നും അത് മതിയോ എന്ന് തന്നിലേക്ക് തന്നെ നോക്കുന്നുവെന്നും അതുകൊണ്ട് പശ്യന്തി എന്ന് പറയുന്നുവെന്നും കാണുന്നു. ദേഹാലങ്കാരങ്ങളെല്ലാം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ച സ്ത്രീ ജനലിൽ കൂടി താൻ പോകുവാൻ പോകുന്ന മാർഗത്തെ ഉറ്റുനോക്കുന്നതുകൊണ്ട് പശ്യന്തി എന്നും പറയപ്പെടുന്നു. പരദേവത, ഉത്കൃഷ്ടമായ ദേവത എന്നാണ് ഈ നാമത്തിലെ ദേവിയുടെ വിശേഷണം. പരാശക്തിയായതിനാൽ ഏറ്റവും ഉന്നതമായ ദേവിയായി എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ടവളാണ് ദേവിയെന്നും വ്യാഖ്യാനിക്കുന്നു. മധ്യമ, നടുവിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയെന്ന് പറയുന്നു. പശ്യന്തി എന്ന രൂപത്തിലുമല്ല, എന്നാൽ വൈഖരിയെപ്പോലെ പുറത്തേക്ക് വന്നിട്ടുമില്ല എന്ന ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നു. വൈഖരി രൂപ. ദേവി ശബ്ദബ്രഹ്മമാണ് എന്ന് നേരത്തെ കണ്ടുവല്ലോ. സാധാരണ മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്ന ശബ്ദത്തിലുള്ള ഘനതരമായ ശബ്ദം എന്ന് വൈഖരി രൂപത്തെ പറയുന്നു. അങ്ങനെയുള്ള വൈഖരിയുടെ രൂപത്തോടു കൂടിയവളാണ് ദേവി എന്ന് പറയുന്നു. ഭക്തമാനസഹംസിക. ഭക്തരുടെ മനസ്സിനെ ഒരു സരസായി ചിത്രീകരിച്ചാൽ അതിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നപ്പിടിയെ ഈ നാമത്തിൽ ദേവിയായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. സരസ് എന്നാൽ ജലാശയം. ദേവിയെ ഭക്തരുടെ മനസ്സിൽ നീന്തിക്കളിക്കുന്ന ഒരു അരയന്നത്തെപ്പോലെ വർണ്ണിക്കുന്നു. 82 ശ്ലോകം. കാമേശ്വര പ്രാണനാഡീ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയ ജാലന്ധരസ്ഥിത. കാമേശ്വര പ്രാണനാഡി. കാമേശ്വരൻ്റെ രൂപത്തിലാണല്ലോ ശിവൻ ദേവിയെ വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള കാമേശ്വരന് ജീവനാഡിയായിരിക്കുന്നവൾ എന്ന ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. കൃതജ്ഞ. കൃതം എന്നാൽ ചെയ്യപ്പെട്ടതെന്നും ജ്ഞ എന്നാൽ അറിയുന്നവൾ എന്നുമാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഈ നാമത്തിൽ ദേവിയെ ജീവികൾ ചെയ്യുന്ന പാപപുണ്യങ്ങളെ അറിയുന്നവൾ, പുണ്യപാപങ്ങളുടെ ഫലം നൽകുന്നവൾ, കൃതയുഗധർമ്മം നന്നായി അറിയുന്നവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. കാമപൂജിത. കാമദേവനാൽ പൂജിക്കപ്പെട്ടവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. മഹാദേവനാൽ ഭസ്മീകരിക്കപ്പെട്ട കാമദേവന് രതീദേവിയുടെ പ്രാർത്ഥനയാൽ ദേവിയുടെ അപേക്ഷപ്രകാരം മഹാദേവൻ പുനർജന്മം നൽകിയല്ലോ. തനിക്ക് പുനർജന്മം നൽകുവാൻ കാരണമായ കരുണാമയിയായ ദേവിയെ പ്രീതിപ്പെടുത്താൻ കാമദേവൻ കാഞ്ചീപുരത്ത് കഠിന തപസ് ചെയ്തുവെന്നും ദേവി കാമദേവനിൽ പ്രീതിപ്പെട്ട് കാമാക്ഷിയായി കാമദേവന് ദർശനം നൽകുകയും കാഞ്ചിയെ തൻ്റെ ഒരു പീഠമാക്കി മാറ്റിയെന്നും പറയുന്നു. ശൃംഗാരരസസമ്പൂർണ. ദേവിയെ ശൃംഗാരരസം സമ്പൂർണമായി ഉള്ളവളെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. കാമദേവനാൽ പൂജിക്കപ്പെട്ട ദേവി ശൃംഗാരരസം നിറഞ്ഞവളാണ് എന്ന് പറയുന്നു. ജയ. ദേവി ജയസ്വരൂപിണിയാണെന്ന് ഈ നാമം കാണിക്കുന്നു.
എവിടെയും എപ്പോഴും വിജയം നേടുന്നവളാണ് എന്നാണ് വിജയ എന്ന നാമത്തിലൂടെ ദേവിയെ വർണ്ണിച്ചത്. ജാലന്ധരസ്ഥിത, ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, വിശുദ്ധി ചക്രത്തിൽ നാദരൂപമായി സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെ ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ജാലന്ധര പീഠത്തിലെ ദേവീ പ്രതിഷ്ഠ വിഷ്ണുമുഖിയാണെന്ന് പറയുന്നു. വിശുദ്ധി ചക്രത്തിൽ, അതായത് കണ്ഠദേശത്തിൽ നാദബ്രഹ്മമായി ദേവി സ്ഥിതി ചെയ്യുന്നു. 83-ാം ശ്ലോകം. ഓഡ്യാണപീഠനിലയാ ബിന്ദുമണ്ഡലവാസിനി രഹോ യാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത. ഓഡ്യാണ പീഠനിലയ, ശരീരത്തിലെ ആദ്യത്തെ 3 പീഠങ്ങളാണ് മൂലാധാരം, മണിപൂരം, അനാഹത എന്നിവ. ശാന്ത, വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്നീ ശക്തിരൂപങ്ങളാണ് കാമരൂപം, പൂർണ്ണഗിരി, ജാലന്ധരം, ഓഡ്യാണം എന്നീ പീഠങ്ങളിൽ. ഓഡ്യാണം ആജ്ഞാചക്രത്തെ കുറിക്കുന്നു. ഈ ഓഡ്യാണപീഠം വാസസ്ഥലമാക്കിയവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ബിന്ദുമണ്ഡലവാസിനി, ശ്രീചക്രത്തിലെ കേന്ദ്രബിന്ദുവായ സർവാനന്ദമയ ചക്രത്തിൽ വസിക്കുന്നവളാണ് ദേവിയെന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. ശ്രീചക്രത്തിൽ 9ാമത്തെ ആവരണമായ മധ്യത്തിലുള്ള ബിന്ദു അല്ലെങ്കിൽ ശക്തിചക്രമായി ത്രികോണത്തിൻ്റെ നടുവിൽ കാണുന്ന ബിന്ദു, ഇതാണ് സർവാനന്ദമയ ചക്രം. ബ്രഹ്മരന്ധ്രത്തിനും ബിന്ദുമണ്ഡലമെന്ന് പറയും. ബിന്ദുമണ്ഡലത്തിന് ബിന്ദുക്കളുടെ മണ്ഡലമെന്ന് അർത്ഥമാക്കിയാൽ കാരണബിന്ദു, കാര്യബിന്ദു, നാദം, ബീജം എന്ന ബിന്ദുക്കളുടെ മണ്ഡലത്തിൽ, അതായത് ചക്രവാളത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥം വരും. രഹോയാഗക്രമാരാധ്യ, രഹസ്യത്തിലുള്ള യാഗക്രമത്താൽ ആരാധിക്കപ്പെടുന്നവൾ ആണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഈ യാഗക്രമത്തിന് അർഹതയുള്ളവളാണ് ദേവിയെന്ന് പറയുന്നു. രഹസ്യെന്നാൽ രഹസ്യമായത്, ആരുമറിയാത്തത്, ആരുടെയും ദൃഷ്ടിയിൽപ്പെടാത്തത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് സംഭാഷണം, ചിന്ത, പ്രവൃത്തികൾ, സമ്പത്ത്, കുടുംബം, സഹായികൾ എന്നിവയാകുന്ന സംസാരപങ്കിലമായ എല്ലാം ത്യജിച്ച് മനസ്സിലെ നിശബ്ദത കാണുവാൻ സാധിക്കുന്നവൻ ചെയ്യുന്ന മഹത്തായ യാഗം എന്നാണ്. ജനക്കൂട്ടത്തിലും ഒരു യോഗിക്ക് നിശബ്ദതയിലിരിക്കാം. രഹസ്തർപ്പണ തർപ്പിത, രഹസ്യതർപ്പണത്താൽ തൃപ്തിപ്പെടുന്നവളാണ് ദേവിയെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. അന്തർഭാഗത്ത് നിരന്തരമായി ഇന്ധനമില്ലാതെ ജ്വലിക്കുന്നതും അവിദ്യയായ അന്ധകാരത്തിന് ശത്രുവായതും അത്ഭുത പ്രകാശരശ്മികൾക്ക് വികാസമായതും ആയ ചിദഗ്നിയിൽ ഭൂമി തുടങ്ങി ശിവൻ വരെയുള്ള വിശ്വത്തെ ഹോമിക്കലാണ് രഹസ്തർപ്പണം. 84-ാം ശ്ലോകം. സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യപരിപൂരിത. സദ്യപ്രസാദിനി, ക്ഷണനേരം കൊണ്ട് പ്രസാദിക്കുന്നവൾ എന്നാണ് ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നത്. രഹസ്തർപ്പണം ചെയ്ത് ഉപാസിക്കുമ്പോൾ ദേവി ഉടനെ തന്നെ പ്രീതിപ്പെടുന്നു എന്ന് പറയുന്നു. സംസാരബന്ധത്തിൽ നിന്ന് ഉപാസകൻ മുക്തനാകുന്നു, അവന് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നു എന്ന് പറയുന്നു. വിശ്വസാക്ഷിണി, വിശ്വത്തിൻ്റെ സാക്ഷിയായവൾ എന്നാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശ്വമെന്നാൽ 14 ലോകങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചമാണ് എന്നാണ് പറയുന്നത്. അതിലെ ഓരോ നിമിഷങ്ങളിലും നടക്കുന്ന വ്യവഹാരങ്ങൾക്ക് ദേവി സാക്ഷിയാണെന്ന് അർത്ഥമാക്കുന്നു. സാക്ഷിവർജിത, ദേവി എല്ലാം നേരിട്ട് കാണുന്നു, എന്നാൽ ദേവിയെ ആരും കാണുന്നില്ല എന്നിവിടെ അർത്ഥമാക്കുന്നു. തന്നെ കാണുന്നവരായി ആരുമില്ലാത്തവൾ എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നു. ഷഡംഗദേവതായുക്ത, 6 അംഗദേവതകളോട് കൂടിയവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ഹൃദയം, ശിരസ്, ശിഖ, കവചം, നേത്രം, അസ്ത്രം എന്നിവയാണ് 6 അംഗങ്ങളായി പറയുന്നത്. ഇവയ്ക്ക് ഓരോന്നിനും ശക്തിരൂപമായ ഓരോ ദേവതകളുണ്ട്. ഈ 6 അംഗദേവതകളാൽ ചുറ്റപ്പെട്ടവളാണ് ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. ഹൃദയദേവി, ശിരോദേവി, ശിഖാദേവി, നേത്രദേവി, കവചദേവി, അസ്ത്രദേവി എന്നിവരാണവർ. ഈ 6 പേരും ശ്രീചക്രത്തിൽ 9ാമത്തെ ആവരണമായ ബിന്ദുമണ്ഡലത്തിൽ ഷഡംഗ പൂജാസമയം പൂജിക്കപ്പെടുന്നവരാണ്. ഇവരോടുകൂടി ബിന്ദുമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ഷഡംഗം വേദാംഗങ്ങളെന്നും പറയുന്നു.
കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ശിക്ഷ, ജ്യോതിഷം എന്നിവയാണ് ഈ 6 വേദാംഗങ്ങൾ. ഇവയുടെ അധിഷ്ഠാന ദേവതകളാൽ ആവൃതമായവൾ ആണ് ദേവിയെന്നും പറയാം. ഷാഡ്ഗുണ്യ പരിപൂരിത. ഈശ്വരന് വേണ്ട 6 ഗുണങ്ങൾ ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, യശസ്, ശ്രീ, ജ്ഞാനം എന്നിവയാണ്. ദേവിക്ക് ഈ 6 ഗുണങ്ങളും പരിപൂർണമായി ഉള്ളതുകൊണ്ട് ദേവി ഷാഡ്ഗുണ്യ പരിപൂരിതയാണ് എന്ന് പറയുന്നു. ഒരു ഭരണാധിപന് 6 ഗുണങ്ങൾ അത്യാവശ്യമാണ്. യുദ്ധതന്ത്രങ്ങളാണിവ. സന്ധി, വിഗ്രഹം അതായത് യുദ്ധം, യാനം അതായത് ദിഗ്വിജയ യാത്ര, ആസനം അതായത് പാളയമടിച്ച് ഒരുങ്ങുക, ദ്വൈധീഭാവം ശത്രുക്കളെ പരസ്പരം ഭിന്നിപ്പിക്കൽ, ആശ്രയം അതായത് സഹായം തേടൽ എന്നിവയാണ് ഈ 6 തന്ത്രങ്ങൾ. രാജരാജേശ്വരിയായ ദേവിക്ക് ഈ 6 തന്ത്രങ്ങളും അറിയാമെന്നതിനാലും ദേവി ഷാഡ്ഗുണ്യ പരിപൂരിതയാണ്. 85-ാം ശ്ലോകം. നിത്യക്ലിന്നാ നിരുപമാ നിർവാണസുഖദായിനി നിത്യാ ഷോഡശികാരൂപാ ശ്രീകണ്ഠാർത്ഥശരീരിണി. നിത്യക്ലിന്ന, സദാ ദയാർദ്രയായവൾ, ഒരു തിഥിനിത്യദേവത എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥമുണ്ട്. അമ്മ കരുണാസാഗരയാണ് എന്നതുകൊണ്ട് സ്വന്തം മക്കളോട് എപ്പോഴും ദയയോടുകൂടി പെരുമാറുന്നു. നിത്യദേവതകളിൽ ശുക്ലപക്ഷ ത്രയോദശിയിലെ ദേവതയും നിത്യക്ലിന്നയാകുന്നു. നിരുപമ, ദേവിയുമായി ഉപമിക്കുവാൻ ആരുമില്ല എന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. എല്ലാം ദേവിയുടെ അംശമായതിനാൽ ദേവിയോട് ഉപമിക്കാൻ മറ്റൊന്നില്ലാതാകുന്നു. നിർവാണ സുഖദായിനി, മോക്ഷസുഖം നൽകുന്നവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. നിർഗതമായ വാണം, നിർവാണം, ഈ സുഖം തരുന്നവളാണ് ദേവി. നിത്യ ഷോഡശികാരൂപ, നിത്യകളാകുന്ന 16 ദേവിമാരുടെ രൂപത്തോടു കൂടിയവളാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. ലളിത, ത്രിപുരസുന്ദരി അടക്കം 16 നിത്യദേവതകളെയും നമ്മൾ ഇതിനു മുൻപ് കണ്ടു കഴിഞ്ഞതാണ്. ശ്രീകണ്ഠാർത്ഥ ശരീരിണി, ശ്രീ പരമേശ്വരൻ്റെ പാതിദേഹം ദേവിയാണല്ലോ. അതുകൊണ്ടാണ് ശിവനെ അർദ്ധനാരീശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശ്രീകണ്ഠൻ എന്ന പേര് ശിവന് കാളകൂട വിഷം കഴിച്ചതിനാൽ ഉണ്ടായതാണ്. ശ്രീ എന്ന വിഷം കഴുത്തിൽ വറ്റിച്ച് ശിവൻ നീലകണ്ഠൻ ആയതാണ്. അങ്ങനെയുള്ള ശ്രീകണ്ഠൻ്റെ അർദ്ധ ശരീരത്തോടു കൂടിയവളാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. അർദ്ധനാരീശ്വരൻ്റെ ശരീരമുള്ളതിനാൽ ദേവിക്ക് വലതുവശം വെളുപ്പും ഇടതുവശം നീലയുമാണ് നിറമെന്ന് പറയുന്നു. വെളുത്ത ഭാഗം ഗൗരിയായും നീലഭാഗം കാളിയായും പ്രത്യക്ഷപ്പെടുന്നു എന്നും പറയുന്നു. 392 നാമങ്ങളും 85 ശ്ലോകങ്ങളും നമ്മൾ കണ്ടു. ഇനി ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. പരാപ്രത്യക്ചിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡീ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയ ജാലന്ധരസ്ഥിത ഓഡ്യാണപീഠനിലയാ ബിന്ദുമണ്ഡലവാസിനി രഹോ യാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്ന നിരുപമാ നിർവാണസുഖദായിനി നിത്യാ ഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ നാമങ്ങൾ മനസ്സിലാക്കാം.